ഒരു സുപ്രധാന വാർത്തയാണ്. ഏതായാലും ഹമാസിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരും പ്രകടനം നയിക്കുന്നവരും ഇവിടെ കേരളത്തിലടക്കം സമ്മേളനങ്ങൾ നടത്തുന്നവരും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നു. ഇന്ത്യയുടെ അതിർത്തിയിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഹമാസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ വന്നു നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ പോർവിളികളാണ് മുഴക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെയും പോർവിളികൾ നടത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ സഹോദരൻ തൽഹെ സൈഫ്, കമാൻഡർ അസർ ഖാൻ, കാശ്മീരി മസൂദ് ഇല്യാസ് തുടങ്ങിയവർക്കൊപ്പം ഹമാസിൻ്റെ നേതാവ് ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി കൂടെ പങ്കെടുത്ത ഒരു വലിയ യോഗം പാക് അധിനിവേശ കാശ്മീരിൽ നടന്നിരിക്കുന്നു. ഫെബ്രുവരി 5 യോഗം നടന്നത്. ഫെബ്രുവരി 5 കാശ്മീർ ഐക്യദാർഢ്യ ദിനമായി പാകിസ്ഥാൻ സർക്കാർ ആചരിച്ചു വരുന്നു. അവിടെയാണ് ഹമാസ് എത്തിയിരിക്കുന്നത്. ഹമാസ് അവിടെ എത്തിയതിനു ശേഷം ഹമാസ് പറയുന്നത് കാശ്മീർ പിടിച്ചെടുക്കും, അതിനുവേണ്ടി ദില്ലിയിൽ രക്തം ചീന്തും, അതാണ് തങ്ങളുടെ ലക്ഷ്യം. പലസ്തീൻ മുജാഹിദുകളും കാശ്മീർ മുജാഹിദുകളും തങ്ങൾക്ക് ഒന്നാണ്, അതായത് കാശ്മീർ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയെടുത്തിട്ടാണ് ഹമാസ് ഇവിടെ വരുന്നത്. മുൻപ് തന്നെ പാക് പട്ടാളം ഈ ഹമാസിൻ്റെ ആളുകൾക്ക് ട്രെയിനിങ് നൽകുന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു, അവർക്ക് ഫണ്ട് ചെയ്യുന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു. ഏതായാലും വളരെ ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ് ഹമാസ് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. അതായത് കാശ്മീർ സ്വതന്ത്രമാക്കാൻ ഹമാസ് ഇടപെടുന്നു എന്നുള്ളതാണ്. അൽ അഖസ് ഫഡ് കോൺഫറൻസിൽ വെച്ചാണ് ഈ തീരുമാനം. വലിയ രീതിയിലാണ് ഈ ഹമാസ് നേതാക്കളെ ആഘോഷപൂർവ്വം കൊണ്ടുവന്നത്. കുതിരകളുടെ അകമ്പടിയോടുകൂടി, ബൈക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവരെ ഇതിലേക്ക് ആനയിച്ചുകൊണ്ട് വന്നത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ കുറേ നാളുകളായി ഹമാസും പാക് ഭീകര ഗ്രൂപ്പുകളും ഒന്നായി എന്ന് ഇതിൽ പങ്കെടുത്ത ഭീകര നേതാക്കൾ പറഞ്ഞു. പലസ്തീനിലെ മുജാഹിദിനുകളും കാശ്മീരിലെ മുജാഹിദിനുകളും ഒന്നിക്കേണ്ട സമയമായിരിക്കുന്നു. ദില്ലിയെ രക്തം ചീന്തിയും കാശ്മീർ സ്വതന്ത്രമാക്കുമെന്നാണ് ഹമാസ് പറയുന്നത്. ഏതായാലും ഹമാസിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരും ഹമാസിന് വേണ്ടി ഘോരഘോരം ചർച്ച നടത്തുന്നവരുമൊക്കെ ഈ വാർത്ത കാണേണ്ടതാണ്. ഇന്ത്യയെ തകർക്കാൻ, കാശ്മീർ പിടിച്ചെടുക്കാൻ ഹമാസ് എത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ വാർത്ത. ഏതായാലും ഇസ്രായേൽ പിടിച്ചെടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഹമാസിന് ഇനി വളരെ എളുപ്പമായിരിക്കും ഇന്ത്യ കൂടി പിടിച്ചെടുക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.